നിങ്ങളീ കാണുന്ന മുടിയുണ്ടല്ലോ, ഇതെൻ്റെ സ്വന്തം മുടിയാണ് കേട്ടോ. അപ്പം ഈ ഇത്രയും മുടി ഉണ്ടാകാനുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഇന്ന ഓയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഇത്രയും നാളത്തെ ഒരു ഹെയർ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു ലോങ് ഹെയർ ജേർണി എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. അതിനായിട്ട് വീഡിയോ ഫുള്ള് കാണുക. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് മുടി വളരാനായിട്ട് 3 കാരണങ്ങളാണ് നമുക്ക് ഉള്ളത്. അത് ലോങ് ഹെയർ എന്ന് മാത്രമല്ല, ചിലർക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കും, പക്ഷെ അവരുടെ നല്ല മുടിയായിരിക്കും, നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരുടെ മുടി നല്ല ഹെൽത്തി ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ മുടി പൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. അതും നല്ല മുടികളാണ് അല്ലേ. ലോങ് ഹെയർ മാത്രമാണ് നല്ല മുടി എന്നല്ലല്ലോ. ചിലർക്ക് ലോങ് ഹെയർ വരുന്നത് ഇഷ്ടമല്ലായിരിക്കും, ഷോർട്ടായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മുടികൾ വളരാൻ അല്ലെങ്കിൽ ലോങ് ഹെയർ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു മുടി ഉണ്ടാകാൻ, ഷോർട്ടാണെങ്കിൽ പോലും അത് ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാകാൻ ഞാൻ വിശ്വസിക്കുന്നത് 3 കാരണങ്ങളാണ്. 1 പാരമ്പര്യം, 2 നമ്മുടെ ചെറുപ്പത്തിൽ തൊട്ടുള്ള നല്ല ഹെയർ കെയർ റുട്ടീൻ, മൂന്നാമത്തേത് ഒരു 10% ആൾക്കാർക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഉണ്ടാവത്തില്ല, അവർക്ക് മുടി വളരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരു ഹെയർ കെയർ റുട്ടീൻ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു പാരമ്പര്യം ഇല്ലെങ്കിൽ പോണക്കും ചിലർക്ക് മുടി വളരും. അത് വളരെ കുറച്ച് ആൾക്കാർക്കാണ്. പിന്നെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, അവർക്ക് പാരമ്പര്യം ഉണ്ടാകാം, നന്നായിട്ട് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ അവർക്ക് മുടി വളരില്ല, അല്ലെങ്കിൽ നീളത്തില്ല, അല്ലെങ്കിൽ അത് ഉള്ളുണ്ടാവത്തില്ല. പക്ഷെ അവരുടെ നല്ല വൃത്തിയുള്ള നല്ല മുടിയായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും നന്നായിട്ട് നീളം വെക്കണം എന്നുള്ളത്. ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് ഈ നമ്മൾ പറയില്ലേ, എത്ര ഭക്ഷണം കഴിച്ചാൽ പോലും വണ്ണം വെക്കില്ല, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി പെട്ടെന്ന് വണ്ണം വെക്കും. അതുപോലെ തന്നെ മുടിയുടെ കാര്യത്തിൽ ചിലർക്കത് എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ ഓക്കെ ആകില്ലായിരിക്കാം. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ. നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുടി നല്ല രീതിയിൽ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും മുടിക്ക് നീളം വെക്കാനും അല്ലെങ്കിൽ നല്ല തിക്നെസ് ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതിനായിട്ട് എൻ്റെ ഒരു ഇതിൽ എനിക്ക് പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാർക്ക് മുടിയുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയ്ക്ക് മുടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പം അതാകാം. അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിലും മേളിൽ നിൽക്കുന്നൊരു കാര്യം, ചെറുപ്പത്തിൽ മുതലുണ്ടായിരുന്ന ഒരു ഹെയർ കെയർ റുട്ടീനാണ്. അത് എൻ്റെ മുടിയെ സംരക്ഷിച്ചത് ഒരിക്കലും, അല്ലെങ്കിൽ ഞാൻ ഇതുവരെയും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ മുടിയെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവരാണ് നോക്കിയിട്ടുള്ളത് ഏകദേശം ഒരു 17 വയസ്സ് വരെ. അതിനുശേഷം കോളേജിലൊക്കെ ചെന്നപ്പോൾ ഞാൻ നോക്കത്തേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ മുടി വേണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹെയർ കെയർ റുട്ടീൻ വേണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ളത് ഒരു 3-4 വർഷം മുന്നമാണ്. ഇപ്പം ഏകദേശം 1 വർഷമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ മാറ്റം ശരിക്കും എൻ്റെ മുടിയിൽ എനിക്ക് അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വരെ തോന്നിയത്. അപ്പം ചെറുപ്പത്തിൽ മുതലേ ഒരു ഹെയർ കെയർ റുട്ടീൻ ഉണ്ടാക്കാൻ ഒന്നാമത് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, ആഴ്ചയിലൊന്ന് എനിക്ക് താളി അരച്ച് തരുമായിരുന്നു. അത് ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും, സ്കൂളില്ലാത്ത ദിവസം നോക്കി ഞായറാഴ്ച തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ചെമ്പരത്തി താളി അല്ലെങ്കിൽ നമ്മുടെ മുക്കുറ്റി ഈ വേരോട് കൂടി പറിച്ചിട്ട് അത് കഴുകി കല്ലിലിട്ട് അരച്ച് അത് തേക്കുമായിരുന്നു. മൂന്നാമത്തേത് നമ്മുടെ പയറുപൊടി. അത് വളരെ പ്രോട്ടീനുള്ള, അതായത് അത് എന്താ പറയുക, മുടിക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റാണ് ഈ പയറുപൊടി എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, മുടിയെ നല്ല സിൽക്കി ആക്കാനും അല്ലെങ്കിൽ നമ്മുടെ താരന്, ചെളി, ഇതൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പയറുപൊടി. അപ്പോൾ ഈ 3 എണ്ണത്തിലൊന്ന് ഞാൻ ആഴ്ചയിലൊന്ന് എനിക്ക് തേച്ച് തരുമായിരുന്നു. പിന്നെ ഉള്ളത്, നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് തലയിൽ പേൻ വരിക എന്നുള്ളത്. അത് ചിലർക്കുണ്ടായിരിക്കും, ചിലർക്ക് പെട്ടെന്ന് പേൻ കയറും. എൻ്റെ തലയിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ തുളസിയില അരച്ച് തലയിൽ തേക്കുക. എനിക്ക് പെട്ടെന്ന് ജലദോഷം പനിയൊന്നും അങ്ങനെ പിടിക്കത്തില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കത് ഓക്കെ ആയിരുന്നു. അല്ലാത്തവർ അത് ഉപയോഗിക്കരുത്, കാരണം ഈ തുളസിക്ക് നല്ല തണുപ്പുണ്ട്. ഇൻ കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ രാവിലെ ഒരു 9 മണി, 10 മണി, 11 മണി ആ സമയത്തിന് മുടി കഴുകിയതിന് ശേഷം, തുളസി ഇലയിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ വെയിലത്ത് പോയി നിന്ന് മുടി നന്നായിട്ട്
ഉണക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 3 മണി 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മുടി കഴുകിയിട്ട് തുളസിയിലിട്ട് കഴുകിയതിന് ശേഷം, തുളസിയിലിട്ടെന്ന് വെച്ചാൽ തുളസിയില അരയ്ക്കണം. നമ്മുടെ താളി ഇത് കൂട്ട് കല്ലിലിട്ട് അരച്ചിട്ട് നമ്മൾ തലയിൽ തേക്കില്ല, അതുപോലെ തലയിൽ തേച്ചതിന് ശേഷം കഴുകി കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു കാര്യമാണ് പറഞ്ഞത്, ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ താളിയോ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് തലയിലിടുക. താളി ഇടാം, ചെമ്പരത്തി താളി ഇടാം, അല്ലെങ്കിൽ മുക്കുറ്റി ഇടാം, പയറുപൊടി ഇടാം. ഞാൻ ഈ 3 സംഭവങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ എണ്ണ വെച്ച്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണ സാധാ പച്ച വെളിച്ചെണ്ണയാണ്. ഈ നമ്മുടെ മില്ലിലൊക്കെ ആട്ടി കിട്ടുന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണയാണ് തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. അത് തലയിൽ തേക്കുമ്പോൾ ഈ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് വിരലുകൾ എത്തി നന്നായിട്ട് മസാജ് ചെയ്ത് എണ്ണ തേക്കുക. എണ്ണ തേച്ചതിന് ശേഷം ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞു, ഒരു പ്രശ്നമില്ല. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ, രാത്രി കിടക്കുന്നതിന് മുന്നേ, ചെറുപ്പത്തിൽ തൊട്ടേ അതായിരുന്നു, കിടക്കുന്നതിന് മുന്നേ മുടി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് പിന്നി അല്ലെങ്കിൽ മെടഞ്ഞിട്ട് കെട്ടിയിട്ട് കിടക്കും. അതല്ലെന്നുണ്ടെങ്കിൽ മേളിൽ ഉയർത്തി കെട്ടി വെച്ചെങ്കിലും കിടക്കും, അഴിച്ചിട്ട് കിടക്കാതിരിക്കുക. അപ്പം ഞാനിങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു. അതുകൂടാതെ ഒരു 7ാം ക്ലാസ് വരെയൊക്കെയും എനിക്കൊരു ആവറേജ് മുടി ഉണ്ടായിരുന്നുള്ളൂ. ഈ പിന്നിയിട്ട് കെട്ടി കിടക്കുകയോ അല്ലെങ്കിൽ പിന്നിയിട്ടിട്ട് നമ്മൾ പകലാണെങ്കിലും ടൈമിലാണെങ്കിലും നടക്കുന്നത് നല്ലതാണ്, മുടി നീളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ 7ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് ഈ സ്കൂളിൽ പുതിയൊരു റൂള് വന്നു, മുടി 2 വശത്തും പിന്നി നമ്മൾ മടക്കി കെട്ടണം എന്നുള്ളത്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും മുടിയുണ്ട്. 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 9ലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് മുടി നന്നായിട്ട് നീണ്ടു. അപ്പോൾ ഈ പിന്നിയിട്ട് മുടി നടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളെ ചെയ്തുള്ളൂ. ഏകദേശം ഒരു +2 വരെ, അതായത് ഒരു 17 വയസ്സ് വരെ ഈ ഒരു റുട്ടീനാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ കേരളത്തിന് വെളിയിലാണ് പഠിക്കാൻ പോയത്. കോളേജിൽ ചേർന്ന സമയം തൊട്ട് ഞാനാണ് എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ടായിരുന്നു തലയിൽ. ഇപ്പോൾ ഹോസ്റ്റലല്ലേ, അപ്പോൾ അതിൻ്റേതായ എന്നാ പറയുക, +2 +1 ഒന്നും പഠിക്കുമ്പോൾ തലേന്ന് പേനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോളേജിലൊക്കെ എത്തിയപ്പോൾ ഈ പെയിൻ്റെ ശല്യം ഭയങ്കരമായിട്ടും വന്നു. പിന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഷാമ്പു ആകട്ടെ ഓയിലാകട്ടെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയത് ഈ വെളിച്ചെണ്ണയാണ്. പിന്നെ പയറുപൊടി കൊണ്ടുപോയി, അല്ലാതെ താളിയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പയറുപൊടി കൊണ്ടുപോയായിരുന്നു. അത് ആദ്യം കൊണ്ടുപോയിട്ട് അന്ന് എനിക്ക് അറിവില്ല, മീൻസ് എന്ത് ഷാമ്പു ഉപയോഗിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം മുടി അത്യാവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ പയറുപൊടി കൊണ്ടുപോയിട്ട് ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തെ വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വെള്ളം പോലെയല്ല, നാട്ടിലെ നല്ല വെള്ളമല്ലേ. അപ്പം ഇവൻ നമ്മളൊന്നും തലയിലിട്ടില്ല, ഈ ഷാമ്പൂ ആയിട്ട് ഒന്നും നമ്മൾ തലയിൽ തേച്ചില്ലെങ്കിലും നമ്മുടെ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ തന്നെയും നമുക്ക് മുടിക്ക് നല്ലതാണ്. പുറത്ത് നിന്ന് കഴിഞ്ഞ് വെള്ളത്തിന് നല്ല കട്ടിയാണ്. അപ്പോൾ ഈ പയറുപൊടിയും കൂടെ ഇടുമ്പോഴത്തേക്കും അത് മുടിയെ എന്ത് ചെയ്താൽ പോകത്തില്ല. പക്ഷേ അന്ന് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പയറുപൊടി ഇട്ടിട്ട് ഇതായിട്ട് ഒരു കുറച്ച് ഷാമ്പൂ എടുത്ത് തലയിട്ട് കഴുകി കളഞ്ഞെങ്കിൽ ഇത് പോകും, പയറുപൊടി പോകും. പക്ഷെ അതൊന്നും അറിയത്തില്ല. ഞാൻ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ മുടിയെന്ന് പോകാതെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാനത് നിർത്തി. പിന്നെ ഒന്നും ഇടാതായി. അപ്പം മുടി ഭയങ്കരമായിട്ട് സ്റ്റിക്കിയായി. ശരിക്കും ഈ കയറ് പോലെ നമ്മൾ പിടിക്കുമ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോകണം, മുടിക്ക് ഭയങ്കര ഒരു കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഭയങ്കര ഡാൻഡ്രഫ്, അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്ത് ഷാമ്പുവാണ് നമുക്ക് ഏറ്റവും നല്ല ഉപയോഗിക്കാൻ എന്ന് ചോദിച്ചപ്പം അവരെനിക്കൊരു പ്രൊഡക്റ്റ് പറഞ്ഞു തന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാനത് മേടിച്ചു. കുറേ അധികം ബോട്ടിൽസ് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇത് ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിച്ചെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ ഉച്ചിയിൽ വട്ടത്തിൽ മുടി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇതെന്താ സംഭവം എന്നറിയില്ല. എനിക്ക് അവിടെ നന്നായിട്ട് വേദനയുണ്ട്, ഭയങ്കര ചൊറിച്ചിലുണ്ട്, നല്ല ഇച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കറിയില്ല ഈ ഷാമ്പു ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു ആയുർവേദ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ ആദ്യമേ എന്നോട് ചോദിച്ചു എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് എണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ ഷാമ്പു ഉപയോഗിക്കാറുണ്ട്. അതും ആഴ്ചയിൽ ഒരു 2 തവണയാണ് ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ മുടി സ്റ്റിക്കാവുന്നതുകൊണ്ട്, ഇങ്ങനെ ഈ കട്ടിയാവുന്നതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഡാൻഡ്രഫിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഷാമ്പു ഉപയോഗിക്കാറുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു ആദ്യമേ അത് സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമത്തേത് അവർ എനിക്കൊരു ഓയിൽ തന്നു, ഒരു 100 ml ഒരു 2 ബോട്ടിൽ തന്നു. അത് ഞാനൊരു 1.5 ബോട്ടിൽ ഉപയോഗിച്ചത് തന്നെ പോയ മുടിയൊക്കെ തിരിച്ചു വന്നു, ഇച്ച്നെസ്സൊക്കെ മാറി. എനിക്കുണ്ടായിരുന്ന ആ ഒരു
സീരിയസ് പ്രോബ്ലം സോൾവായി. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മുടിക്കൊക്കെ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലും നല്ലത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഡോക്ടർ, അത് ഹോമിയോ ആകട്ടെ, ആയുർവേദം ആകട്ടെ, അലോപ്പതി ആകട്ടെ, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ സജഷൻ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അപ്പോൾ ഞാൻ തിരിച്ചു വീണ്ടും ഹോസ്റ്റലിൽ വരികയാണ്. അന്നേരം ഈ എണ്ണ ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് പറ്റിച്ച് തേക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ നന്നായിട്ട് ചെയ്തു. അത് മുടി തിരിച്ചു വന്നു, ഓക്കെ ആയി, അവിടുത്തെ പ്രശ്നമെല്ലാം സോൾവായി. അപ്പോഴും ഈ ഷാമ്പു ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഷാമ്പു സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് പറ്റുള്ളൂ. കാരണം ആ വെള്ളത്തിൽ ഇതെനിക്ക് പറ്റുന്നില്ല. കാരണം എന്ത് ഷാമ്പു ഉപയോഗിക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ അവിടുത്തെ വെള്ളത്തിലൊരു ഷാമ്പു ഏതെങ്കിലും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പലതും ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എനിക്ക് അവസാനം കിട്ടിയ ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പാൻറ്റീൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് എൻ്റെ ഹെയറിന് ഓക്കെ ആയി എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യം ഉപയോഗിച്ച പ്രോഡക്റ്റ് ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ ചോദിച്ചു. അവർ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൻ്റെ മുടിക്ക് ഓക്കെ ആകുന്ന ഒരു പ്രൊഡക്റ്റ് വേറൊരാളുടെ മുടിക്ക് ഓക്കെ ആകണമെന്ന് ഒരുറപ്പുമില്ല. വേറൊരാളുടേത് എനിക്കും ആകണമെന്നില്ല. നമ്മുടെ മുടിക്ക് ഏതാണോ ഓക്കെ ആകുന്ന ഒരു ഷാമ്പു ആകട്ടെ, ഓയിലാകട്ടെ, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടോ അത് തീർച്ചയായിട്ടും നമ്മുടെ മുടിയെ വന്നിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും. ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഒരാഴ്ച നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഉപയോഗിച്ച് നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മുടിക്കുള്ളൊരു പ്രശ്നം ഡാൻഡ്രഫിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നത് പാൻറ്റീൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഞാനിങ്ങോട്ട് UK പോരുന്നതിന് വന്നിട്ടിപ്പോൾ 6-7 മാസമായി. അപ്പം ഞാൻ പോകുന്നപ്പോൾ തന്നെ അവിടുന്ന് ഈ പാൻറ്റീൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കൊണ്ടുവന്നു. അതിപ്പോൾ തീർന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഇവിടെ കിട്ടാൻ പാടാണ്, ഈ ആമസോണിലൊക്കെ ചിലപ്പോൾ നോക്കിയാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് മുടിക്ക് ഏതാണോ സ്യൂട്ടാകുന്നത് അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. വേറൊരാൾ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഷാമ്പൂവിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരാഴ്ച നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫൈൻഡിങ് നമുക്ക് കിട്ടും. നമുക്ക് ഉപയോഗപ്പെടുന്നതാണോ അല്ലയോ എന്നുള്ളത് അറിയും. പിന്നെ ഓയിലൊക്കെ ചില ഇൻസ്റ്റാഗ്രാം പല പേജുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല ഓയിലുകൾ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരുടെ അത് വളരെയധികം റിസൾട്ട് കിട്ടിയ നല്ല നല്ല പേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ അവർക്കൊക്കെ ഉപയോഗിച്ചെന്ന് വിചാരിച്ച് നമുക്കത് ഓക്കെ ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഉപയോഗിച്ച് നോക്കുന്നതിന് ഒരു പ്രശ്നമില്ല, ഉപയോഗിക്കാം. പക്ഷേ ഓയിലൊക്കെ ഉപയോഗിച്ച് ഏകദേശം ഒരു 1.5-2 മാസമെങ്കിലും നമ്മൾ ഉപയോഗിച്ചാലേ മുടി നീളുന്നുണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഉള്ളുണ്ടാകുന്നുണ്ടോ, പോയ ഭാഗത്തെ മുടിയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളൊരു കറക്റ്റ് അറിയണമെങ്കിൽ ഏകദേശം ഒരു 1.5-2 മാസം. ഷാമ്പൂകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫൈൻഡിങ് നമുക്ക് കിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പാൻറ്റീൻ്റെ അഡ്വാൻസ്ഡ് ഹെയർ ഫോൾ സൊല്യൂഷൻ പ്ലസ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. അത് നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അത് സത്യം പറഞ്ഞാൽ തീർന്നു പോയി. അപ്പം ഞാൻ പല ഷാമ്പു അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാക്സിമം ഞാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇവിടെ വന്നു കഴിയുമ്പം അത് ഉപയോഗിച്ചില്ലെങ്കിൽ പകരം എനിക്ക് എന്തുപയോഗിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പാൻറ്റീൻ്റെ റിപ്പയർ ആൻഡ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഷാമ്പു അതിവിടെ വന്നിട്ട് മേടിച്ചതാണ്. പക്ഷേ അത് എനിക്ക് മുടി ഒക്കെയാണ്, പക്ഷേ ഡാൻഡ്രഫ് ഒരു തുള്ളി പോലും ഈ ഷാമ്പു ഒന്നും ഉപയോഗിച്ചാൽ പോകത്തില്ല. അപ്പം അങ്ങനെ ഇത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഡാൻഡ്രഫ് തലയിലില്ലെങ്കിൽ മാത്രം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഓയിലൊക്കെ എണ്ണയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹിമാലയയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഏകദേശം ഒരാഴ്ച ഉപയോഗിച്ചിട്ട്
എനിക്ക് മുടിയെന്ന് താരൻ പോകുന്നുണ്ട്, പക്ഷേ ഒരു പരിധി വരെ ഉള്ളൂ. പക്ഷേ ഈ സെയിം പ്രൊഡക്റ്റ് എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിച്ചിട്ട് 100% റിസൾട്ടായിരുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്, താരനൊക്കെ പോകുന്നുണ്ട്, ചെളി പോകുന്നുണ്ട്, മുടി നന്നായിട്ടിരിക്കും, നല്ലൊരു മുടിയൊക്കെ നല്ല സ്മൂത്തായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സംഭവം ഓക്കെ അല്ല. കാരണം ഞാൻ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് പോലും ഒരു പരിധി വരെ ഒരു 30% അല്ലെങ്കിൽ ഒരു 40% മാത്രമേ താരൻ പോകത്തുള്ളൂ. അല്ലാതെ നന്നായിട്ട് പോകുന്നില്ല. അപ്പം ഇതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ ആമസോണിലൊക്കെ നോക്കിയിട്ടും പാൻറ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടില്ല. ഞാൻ ഒരു തവണ കണ്ടു, ആ ഒരു തവണ ഞാൻ വാങ്ങിച്ചു, ഉപയോഗിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആമസോണിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അപ്പം തീരുന്നതനുസരിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ നോക്കിയിട്ട് ഞാൻ ആ സംഭവം കണ്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തേ പറ്റുള്ളൂ, താരന് പകരമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ച ടെസ്കോയിൽ പോയി ഞാൻ കണ്ട ഒരു പ്രൊഡക്റ്റാണ് ഈ നൈസ്റോളിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഡെയിലി പ്രിവെൻറ്റ് ഷാമ്പു. അത് ഇവരിതിനകത്ത് പറയുന്നത് ഇൻസ്റ്റൻറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ഫസ്റ്റ് വാഷ്, നെക്സ്റ്റ് ജനറേഷൻ ഡാൻഡ്രഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നു, ഓൺ ഗോയിങ് റിലീഫ് ഫോർ ഡ്രൈ ഇച്ചി ആൻഡ് ഫ്ലേക്കി സ്കാൽപ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് പറയട്ടെ, ഫസ്റ്റ് വാഷിലൊന്നും എനിക്കത് ഓക്കെ ആയില്ല. ഒരു 3-4 വാഷ് കഴിഞ്ഞപ്പം, മൂന്നാമത്തെ വാഷൊക്കെ ആയപ്പം, അതായത് 3 ദിവസം കണ്ടിന്യൂസ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഒരു എന്താ പറയുക, പുറമേ ഉള്ള, അതായത് നമ്മുടെ മുടിയിലൊക്കെ ചിലപ്പോൾ ഇത് ഈ ഡാൻഡ്രഫ് കാണുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയി. പക്ഷെ സ്കാൽപ്പേൽ ഉണ്ട് അത് കണ്ടിന്യൂസ് പോകുന്നില്ല, ഫുള്ളായിട്ട് പോകുന്നില്ല, കണ്ടിന്യൂസ് അല്ല, ഫുള്ളായിട്ട് പോകുന്നില്ല, അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും സ്കാൽപ്പിൽ നിന്നും പോകുന്നുണ്ട്. പാൻറ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഞാൻ ഉപയോഗിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുടി പൊഴിച്ചിലുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മുടിയിൽ നമുക്ക് ഈ പാൻറ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് നല്ലതാണ്, അത് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. പക്ഷേ അങ്ങനെ ഉപയോഗിച്ചവർക്ക് കുറേ പേർക്ക് ഭയങ്കര ഹെയർ ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഉപയോഗിച്ച് പല ആൾക്കാരുണ്ട്, അവർക്ക് കുറേ പേർക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ അതേ റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടായി, അപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ പാൻറ്റീൻ ഉപയോഗിച്ചാൽ തന്നെയും എൻ്റെ തലയിൽ നിന്ന് കുറച്ചൊക്കെ മുടി പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഷാമ്പു ഉപയോഗിച്ചാലും കുറച്ച് മുടി പോകുമല്ലോ, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ വലിയൊരു പ്രശ്നം ഞാനതിൽ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. പക്ഷേ ഈ നെസറോൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതായത് പാൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് വാഷ് അല്ലെങ്കിൽ സെക്കൻഡ് വാഷിനുള്ളിൽ എനിക്ക് ഒരു 100% റിസൾട്ട് താരൻ്റെ കാര്യത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഒരാഴ്ച യൂസ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും ഈ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ പോലും ഒരു മുടി പോലും എനിക്ക് പോകുന്നില്ല. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ജെൽ ടൈപ്പാണ് വരുന്നത്. നമ്മുടെ ഷാമ്പു സാധാരണ ഒന്നെങ്കിൽ ചിലപ്പം ബ്ലൂ കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറായിരിക്കും. ഇതങ്ങനെ ഒരു ജെൽ ടൈപ്പാണ്. ഒരു തുള്ളി പോലും നമ്മുടെ എന്താ പറയുക, മുടി പോകത്തില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം പാൻറ്റീൻ കിട്ടുന്നത് വരെയും തൽക്കാലത്തേക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത്. ടെസ്കോയിൽ ഇതിന് 8 പൗണ്ടിനാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഈ സെയിം സാധനം ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴത്തേക്കും 5.5 പൗണ്ടിനും 6 പൗണ്ടിനും ഒക്കെ കിടപ്പുണ്ട്. അപ്പം ഇത് അങ്ങനെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒരാഴ്ചയൊക്കെ നോക്കുക, എന്നിട്ട് റിസൾട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുടിക്ക് ചേരുന്ന ഒരു സംഭവം വേറൊരാൾക്ക് ഓക്കെ ആവണമെന്നില്ല. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മുടിയെ നമ്മൾ സംരക്ഷിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ താളിയെ, ഇപ്പോൾ ഈ UK അല്ലെങ്കിൽ പുറത്തുള്ള പ്രവാസികളെ സംബന്ധിച്ചല്ല, ഈ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ താളിയൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. പയറുപൊടി പയർ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, പൊടിയാക്കുന്നതിന്. ആ പയറുപൊടി ഉപയോഗിച്ച് നമുക്ക് തലയിൽ മാസ്ക് ഇടാം. അതിനുശേഷം നമുക്ക് കുളിക്കാൻ നേരത്തെ ഒരു ഷാമ്പു ഇട്ടാം. ഷാമ്പു നമ്മൾ ഒരു കപ്പ് വെള്ളത്തിനകത്ത് കലക്കിയിട്ടേ നമ്മൾ തലയിൽ യൂസ് ചെയ്യാവുള്ളൂ. ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഒരു കാരണവശാലും ഷാമ്പു യൂസ് ചെയ്യരുത്. അങ്ങനെ
ഷാമ്പു ഉപയോഗിക്കുക. എന്നിട്ട് പയറുപൊടി കഴുകിക്കളയുക. പിന്നെ നമുക്ക് പറ്റുന്ന മുട്ടയുടെ വെള്ളം. ഞാൻ ഈ പറഞ്ഞതിലെല്ലാം ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ള തന്നെയാണ്. മുട്ടയുടെ വെള്ളം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ സ്മെല്ലും ഒക്കെ. പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിസൾട്ട്, ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ട് തന്നെ കിട്ടും. അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെളി പോകാനും താരം പോകാനും ഒക്കെ ഏറ്റവും നല്ലൊരു ഇതാണ് മുട്ടയുടെ വെള്ളം. അത് നമുക്ക് ഇവിടെ ആണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. എന്നിട്ട് ഇത് തല തേച്ചതിന് ശേഷം കുളിക്കാൻ നേരത്ത് അതൊന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഷാമ്പു ഉപയോഗിച്ച്, ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് ആ മുട്ടയുടെ ആ സ്മെല്ലും ഇതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. ഇത് ഇന്ന ഷാമ്പു എന്നുള്ളതൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 വർഷം മുന്നേയാണ് ഞാൻ മുടിയെ ഒന്ന് സംരക്ഷിക്കാൻ തുടങ്ങിയത്. അത് സംരക്ഷിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഷോൾഡറിന് താഴെ വെച്ച് ഞാനൊന്ന് മുടി കട്ട് ചെയ്തതിന് ശേഷം മുടി എനിക്ക് വളരുന്നേയില്ല. അതായത് വളരെ സ്ലോ ആയിട്ട് എനിക്ക് മുടി വളരുന്നു. അപ്പം ഞാൻ ഒരു വർഷം മുന്നേ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അപ്പം എനിക്ക് കുറച്ചുകൂടെ നീളം വെച്ചു. ഷോൾഡറിൻ്റെ അവിടെ എല്ലാം മുടി നിൽക്കുന്നത് കുറച്ചുകൂടെ താഴെ വന്നു. പക്ഷേ ഇപ്പം ഞാൻ ആദ്യം കാണിച്ച അത്രയും മുടിയൊന്നും എനിക്കില്ലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെയും തന്നെയും നാട്ടിൽ വന്നതിന് ശേഷം ചെയ്തു. മുടി നന്നായിട്ട് എന്താ പറയുക, ദിവസത്തിൽ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, ദിവസത്തിൽ ഒരു 2 തവണയെങ്കിലും മുടി നമ്മൾ ചീകണം. തലയിൽ ചീപ്പ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കോതി ഇങ്ങനെ ഈ വിടുമല്ലോ, ജടയൊക്കെ വിടർത്തി, അങ്ങനെയാണെങ്കിലും ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണയെങ്കിലും മുടി നമ്മൾ ചീകണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല നാട്ടിലുള്ളവർ യൂസ് ചെയ്യുക. ഇവിടെയുള്ളവരാണെങ്കിൽ യു കെയിലോ അല്ലെങ്കിൽ പുറത്തുള്ള ഗൾഫ് കൺട്രീസിലോ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളയോ പയറുപൊടിയോ ഒക്കെ തേച്ച് മുടിയെ സംരക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് എന്താ, മുടി എപ്പോഴും രാത്രി കിടക്കുമ്പോൾ കെട്ടി വെച്ചിട്ട് കിടക്കുക. പകലാണെങ്കിലും കെട്ടി വെക്കുക, അഴിച്ചിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാതെ കെട്ടിവെച്ച് തന്നെ നടക്കുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ എന്താ, വെളിച്ചെണ്ണ ഞാൻ എണ്ണ വെക്കുന്നതിനോട് ഞാൻ ഒത്തിരി പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം പെട്ടെന്ന് നമ്മുടെ തലയിലോട്ട് ചെളി പിടിക്കാൻ കാരണമാകും ഈ എണ്ണ വെച്ചാൽ. അതുകൊണ്ട് ഞാൻ എണ്ണ വെക്കാറുണ്ട്, എന്നും എണ്ണ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാറ്. പക്ഷേ എണ്ണ വെച്ചിട്ട് ഞാൻ ഷാമ്പൂ ഇട്ട് ഞാൻ കഴുകിക്കളയും. അപ്പം എണ്ണ വെക്കുന്ന ഒരു മസാജും നമ്മുടെ തലയിൽ നല്ലതാണ്. വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നത് നല്ലതാണ്. കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹെയർ ലോസ് ഉണ്ടാകും. ചിലർക്ക് അങ്ങനെ ഹെയർ ലോസ് ഉണ്ടാകും. ഇടയ്ക്ക് ഞാനിങ്ങനെ കാച്ചിയെണ്ണ ഉപയോഗിച്ചായിരുന്നു. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഞാൻ നിർത്തിയതിന് ശേഷം എനിക്കുണ്ടായി. ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 വർഷം ഞാൻ കാച്ചിയെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിക്കുന്നതല്ല. അതൊക്കെ ഞാൻ പുറത്തായിരുന്നപ്പോൾ പഠിക്കാൻ പോയപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. അത് കൃത്യമായ ഹെയർ കെയർ റുട്ടീൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയാൻ പറ്റാത്തതിൻ്റേതായ ഇതിലാണ് ഞാൻ ഈ കാച്ചിയെണ്ണയൊക്കെ തേച്ചത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. കൃത്യമായ റുട്ടീൻ, അതായത് നന്നായിട്ട് മുടിയൊക്കെ ചീകി തലയിൽ പേനോ താരനോ ചെളിയോ ഇല്ലെങ്കിൽ തന്നെ മുടി വളരും. പിന്നെ മുടി എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുന്നും പിന്നി മടക്കി കെട്ടി വെക്കുക. പകലാണെങ്കിലും പിന്നി കെട്ടി വെക്കുക, അല്ലെങ്കിൽ മുകളിൽ ഉയർത്തി കെട്ടി തന്നെ വെച്ച് നടക്കുക. അതൊക്കെ മുടി വളരാൻ വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ ഈ കാണിച്ച ഈ അവിനോ കിഡ്സ് ഷാമ്പു, അവിനോടെ പ്രോഡക്റ്റ് എനിക്ക് വളരെ താല്പര്യമുള്ള, കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള ഒന്നാണ്. എനിക്ക് നല്ലൊരു ഷാമ്പു ആണിത്. കുട്ടികൾക്കത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. മുടി ഒരു 45 ദിവസം കൂടുമ്പോൾ, അതായത് ഒരു 1.5 മാസം അല്ലെങ്കിൽ മിനിമം ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ അടിഭാഗം ഒന്ന് വെട്ടിവിടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ മുടി ഒരു പരിധി കഴിഞ്ഞ് എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകും. അതായത് ഒരു മുടിയെ ഇങ്ങനെ 2ആയിട്ട് അല്ലെങ്കിൽ 3ആയിട്ട് വിണ്ട് കിടപ്പുണ്ടായിരിക്കും. ആ മുടി ഒരിക്കലും വളരത്തില്ല. അതുകൊണ്ട് നമ്മൾ അടിഭാഗം തീർച്ചയായിട്ടും ഒരു 1.5 മാസം കൂടുമ്പോൾ, ഞാനൊരു 45 ദിവസം കൂടുമ്പോൾ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യാറുണ്ട്. അത് ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വിട്ടാൽ മതി. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ ഒരു 2 മാസം കൂടുമ്പം മുടിയുടെ അറ്റം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രം വെട്ടിവിട്ടാൽ മാത്രമേ മുടി വളരത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല മുടി വളരാൻ, നല്ല നീളത്തിലുള്ളത് എന്നതിലുപരി ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാകാൻ നല്ലതായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ പോയി ഇങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മുടിയെ ഞാൻ ഒരു ഷോൾഡറിന് താഴെ വെട്ടിയതിന് ശേഷം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ശരിക്കും മുടിയുടെ ഒരു വില മനസ്സിലായത് അന്നേരമാണ്. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇതെല്ലാം ചെയ്ത് വെറും
6 മാസം കൊണ്ട് എനിക്ക് ആ പഴയ മുടി തിരിച്ചു വന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് മുടി വളരാൻ നമുക്ക് നല്ല ഹെയർ കെയർ റുട്ടീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി വളരുമെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. പിന്നെ ഞാൻ കാണിക്കുന്നത് ഹെയർ ഡ്രയർ. ഞാനിവിടെ ഈ UK വന്നതിന് ശേഷമാണ് ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാറില്ല. അതും ഫുൾ മുടി ഉണക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പരിധി വരെ മുടി ഞാൻ ഉണക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെയർ ഡ്രയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് മുടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം നന്നായിട്ട് ഉണക്കിയിട്ട് കിടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, തലനീരിറങ്ങും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഹെയർ ഡ്രയർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ സിമ്പിൾ കാണുന്നുണ്ട്, ഇതൊരു ഫാനിൻ്റെ സിമ്പിളാണ്. ഇത് വെച്ചിട്ട് മാത്രമേ മുടി ഉണക്കാൻ പാടുള്ളൂ. ബാക്കി ഇതിപ്പോൾ 1, അത് കഴിഞ്ഞിട്ട് 2, ഇതൊക്കെ ആണെങ്കിൽ ഈ 2 വെച്ചാൽ ഭയങ്കര ഹീറ്റ്, ഭയങ്കര ചൂടാണ്. 1 അത്യാവശ്യം ചൂടുണ്ട്. നമുക്ക് തലയിലോട്ട് ഇത് വെക്കുമ്പോൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ചൂട്. മുടിക്ക് ഒരുപാട് ചൂട് ചെല്ലരുത്. കുളിക്കുമ്പോൾ പോലും നമ്മൾ ചൂടുവെള്ളത്തിൽ തല കഴുകരുത്. പൂർണ്ണമായും പച്ചവെള്ളം എന്ന് ഞാൻ പറയത്തില്ല, കാരണം നല്ല തണുപ്പാണല്ലോ ഇവിടുത്തെ. അപ്പം നമ്മൾ പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്ത് തണുത്ത വെള്ളം കൂടെ കൂട്ടി ചൂടില്ലാത്ത രീതിയിൽ തലയിൽ ഒഴിച്ച് കഴുകുക. എന്നിട്ട് ഈ ഫാനിൻ്റെ മൂടി വെച്ചിട്ട് വേണം മുടി ഉണക്കാൻ. ഒരു പരിധി വരെ അത് ഉണക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ട് തന്നെ ഉണക്കിയിട്ടേ കിടക്കാവുള്ളൂ. ഫുള്ള് നമ്മൾ ഈ ചൂടെടുത്ത് ഹെയർ ഡ്രയർ കൊണ്ട് മുടി ഉണക്കി കഴിഞ്ഞ് മുടി പൊട്ടിപ്പോകും, പൊഴിഞ്ഞു പോകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതേ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു ലോങ് ഹെയർ ജേർണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നായാലും അതിനൊരു നല്ലൊരു ഔട്ട്കം, ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അതോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയറിനെ കുറിച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അതുകൂടാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയാവുന്നതുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.